ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അധ്യായം 1 ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ പറയാം. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ഏതൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? അതിൻ്റെ ആൻസറാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരം പായസം, ലഡു, ഹൽവ, കേക്കുകൾ, മിഠായികൾ, ഉപ്പിലിട്ടത്. എന്തൊക്കെയാണ്? ലഡു, ഹൽവ, കേക്കുകൾ, മിഠായികൾ, ഉപ്പിലിട്ടത്. ഇത്രയുമാണ് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പിലുള്ളത്. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യദിനം എന്നാണ്? അതിൻ്റെ ഉത്തരം ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനമാണ് ഒക്ടോബർ 16. അടുത്ത ചോദ്യം, ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെക്കുറിച്ച് ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഭക്ഷണം ശേഖരിക്കുന്നു, മൃഗങ്ങളെ വേട്ടയാടുന്നു, മീൻപിടുത്തം, കല്ലുകളും കമ്പുകളും ആയുധമായി ഉപയോഗിക്കുന്നു, കൂട്ടമായി വേട്ടയാടിയിരുന്നു, അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു, കാട്ടിൽ ജീവിച്ചിരുന്നു. ഇത്രയുമാണ് അതിൻ്റെ ഉത്തരങ്ങൾ. ഒന്നുകൂടെ പറയാം. അതിൻ്റെ ഉത്തരം ഭക്ഷണം ശേഖരിച്ചിരുന്നു, മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, മീൻപിടുത്തം, കല്ലുകളും കമ്പുകളും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു, കൂട്ടമായി വേട്ടയാടിയിരുന്നു, അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു, കാട്ടിൽ ജീവിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യനാണ്, വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക? എന്താണ് ചോദ്യം? വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാകുക? അതിൻ്റെ ഉത്തരമാണ് കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും, മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ ഇലകൾ, മൃഗങ്ങളുടെ മാംസം. എന്തെല്ലാമാണ് ഉത്തരം? കായ്കനികൾ, വേരുകളും കിഴങ്ങുകളും, മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ ഇലകൾ, മൃഗങ്ങളുടെ മാംസം. അടുത്ത ചോദ്യം, പ്രാചീന മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരുന്നത്? പ്രാചീന മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കാം തീ ഉപയോഗിച്ചിരുന്നത്? അതിൻ്റെ ഉത്തരമാണ് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന്, മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ, തണുപ്പകറ്റാൻ, ഗുഹകളിലെ ഇരുട്ടകറ്റാൻ. എന്തെല്ലാമായിരുന്നു ആൻസർ? ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിന്, മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ, തണുപ്പ് അകറ്റാൻ, ഗുഹകളിലെ ഇരുട്ടകറ്റാൻ. അടുത്ത ചോദ്യമാണ്, എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? എന്താണ് ചോദ്യം? എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? അതിൻ്റെ ഉത്തരമാണ് ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, ജനസംഖ്യാ വർധനവ്, ഭക്ഷണം സംഭരിച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങളില്ലാതിരുന്നത്, കാലാവസ്ഥാ മാറ്റം, കാട്ടുതീ, പ്രകൃതി ദുരന്തങ്ങൾ, പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇത്രയുമാണ്. ഒന്നുകൂടെ പറയാം ഉത്തരം. ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം, ജനസംഖ്യാ വർധനവ്, ഭക്ഷണം സംഭരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളില്ലാതിരുന്നത്, കാലാവസ്ഥാ മാറ്റം, കാട്ടുതീ, പ്രകൃതി ദുരന്തങ്ങൾ, പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അടുത്ത ചോദ്യം,
മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടായത്? ചോദ്യം ഒന്നുകൂടെ പറയാം. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യജീവിതത്തിൽ ഉണ്ടായത്? അതിൻ്റെ ആൻസർ: മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു. മൃഗങ്ങളെ വളർത്തുന്നത് കൃഷിപ്പണി എളുപ്പമാക്കാൻ സാധിച്ചു. ഒരിടത്ത് സ്ഥിരതാമസമാക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമായി. ഉത്തരം ഒന്നുകൂടെ പറയാം. മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞു. മൃഗങ്ങളെ വളർത്തുന്നത് കൃഷിപ്പണി എളുപ്പമാക്കാൻ സാധിച്ചു. ഒരിടത്ത് സ്ഥിരതാമസമാക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമായി. അടുത്ത ചോദ്യം: ആദിമ മനുഷ്യർ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത്? ആദിമ മനുഷ്യർ എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത്? അതിൻ്റെ ഉത്തരം: ഭക്ഷ്യയോഗ്യമായ ചെടികൾ, വേരുകൾ, തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യർ പ്രധാനമായും കൃഷി ആരംഭിച്ചത്. ഉത്തരം ഒന്നുകൂടെ പറയാം. ഭക്ഷ്യയോഗ്യമായ ചെടികൾ, വേരുകൾ, തൈകൾ എന്നിവ തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലങ്ങളിൽ കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിരുന്ന നദീതീരങ്ങളിലാണ് മനുഷ്യർ പ്രധാനമായും കൃഷി ആരംഭിച്ചത്. അടുത്ത ചോദ്യം: കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം? അതിൻ്റെ ഉത്തരം: കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. സാമൂഹിക ജീവിതം ആരംഭിച്ചു. ഒന്നുകൂടെ പറയാം. കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. സാമൂഹിക ജീവിതം ആരംഭിച്ചു. അടുത്ത ചോദ്യം: ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസമുറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ആദിമ മനുഷ്യർക്ക് സ്ഥിരവാസമുറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം? അതിൻ്റെ ഉത്തരം: ജലലഭ്യത, നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു, വളക്കൂറുള്ള മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചു, ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, ഗതാഗത സൗകര്യം, ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം. ഉത്തരം ഒന്നുകൂടെ പറയാം. നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ജലലഭ്യത, വളക്കൂറുള്ള മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചു, ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല, ഗതാഗത സൗകര്യം, ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം. അടുത്ത ചോദ്യം: ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാകുക? ചോദ്യം ഒന്നുകൂടെ പറയാം. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും
അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ ഉത്തരം മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മരപ്പാത്രങ്ങൾ, ധാന്യപ്പുരകൾ, പത്തായം പോലുള്ളവ, കളിമൺ ഭരണികൾ, നിലത്ത് നിർമ്മിച്ച കുഴികൾ, ജീവികളുടെ പുറന്തോടുകൾ. ഇത്രയുമാണ്. ഉത്തരം ഒന്നുകൂടെ പറയാം. മൺപാത്രങ്ങൾ, മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മരപ്പാത്രങ്ങൾ, ധാന്യപ്പുരകൾ, പത്തായം പോലുള്ളവ, കളിമൺ ഭരണികൾ, നിലത്ത് നിർമ്മിച്ച കുഴികൾ, ജീവികളുടെ പുറന്തോടുകൾ. അടുത്ത ചോദ്യം, ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? ചോദ്യം എന്താണ് ഒന്നുകൂടെ പറയാം. ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം മൺപാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, വെങ്കല പാത്രങ്ങൾ. ഉത്തരം ഒന്നുകൂടെ പറയാം. മൺപാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, വെങ്കലം പാത്രങ്ങൾ. അടുത്ത ചോദ്യം, ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? അതിൻ്റെ ഉത്തരം അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. ഉത്തരം ഒന്നുകൂടെ പറയാം. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. അന്ന് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? അതിൻ്റെ ഉത്തരം തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. എന്താണ് ഉത്തരം? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. അടുത്ത ചോദ്യം, എന്താണ് ബാർട്ടർ സമ്പ്രദായം? എന്താണ് ബാർട്ടർ സമ്പ്രദായം? അതിൻ്റെ ഉത്തരം, നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഉത്തരം ഒന്നുകൂടെ പറയാം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സംവിധാനം അഥവാ ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. അതിൻ്റെ ഫ്ലോ ചാർട്ടിൻ്റെ ഉത്തരം വരുന്നത് ആദ്യം വരേണ്ടത് സാധനങ്ങളുടെ കൈമാറ്റം, അതിനു മുകളിൽ കച്ചവടം, അതിനു മുകളിൽ ചന്തകൾ, അതിനു മുകളിൽ കച്ചവട കേന്ദ്രങ്ങൾ, അതിനു മുകളിൽ നഗരങ്ങൾ. ഒന്നുകൂടെ പറയാം. സാധനങ്ങളുടെ കൈമാറ്റം, കച്ചവടം, ചന്തകൾ, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ആദ്യമായി കുരുമുളകിനെ കുറിച്ച് നമുക്കൊരു ലഘുകുറിപ്പ് തയ്യാറാക്കാം.
സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ഒന്നുകൂടെ പറയാം. കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കുരുമുളകിൻ്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. അടുത്തത് കറുവപ്പട്ട. കറുവപ്പട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. മരങ്ങളുടെ പുറം തൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം കറുവപ്പട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. മരങ്ങളുടെ പുറംതൊലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത്. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം. ഒന്നുകൂടെ പറയാം ഏലത്തെക്കുറിച്ച്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത്. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലാണ് ഏലത്തിൻ്റെ ജന്മദേശം. അടുത്തത് ജാതി. ഔഷധഗുണം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതി മരം സമൃദ്ധമായി വളരുന്നു. മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോയിരുന്നതായി ചരിത്രരേഖകളുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു. ജാതിക്കയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഔഷധ ഗുണം നിറഞ്ഞ ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാതി മരം സമൃദ്ധമായി വളരുന്നു. മധ്യകാലഘട്ടത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ ജാതിക്ക വാങ്ങിക്കൊണ്ടു പോയിരുന്നതായി ചരിത്രരേഖകളുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു. അടുത്തത് ഗ്രാമ്പൂ. ഗ്രാമ്പൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പൂ. മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പൂ കൃഷി ചെയ്യുന്നത്. ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പൂ സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഗ്രാമ്പുവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യഞ്ജനമാണ് ഗ്രാമ്പൂ. മസാലകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പൂ കൃഷി ചെയ്യുന്നത്.
ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഗ്രാമ്പുവിൻ്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നത്. പ്രോട്ടീൻ, ഇരുമ്പ്, കൊഴുപ്പ്, അന്നജം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഇഞ്ചി. ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇഞ്ചിയെക്കുറിച്ചുള്ള ഒന്നുകൂടി പറയാം. ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം, ഏത് സുഗന്ധവ്യഞ്ജനമാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്? ചോദ്യം ഒന്നുകൂടെ പറയാം. ഏത് സുഗന്ധവ്യഞ്ജനമാണ് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത്? ഉത്തരം കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്തുക. ഉത്തരം കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, മഞ്ഞൾ, ഇഞ്ചി, വാനില, പുളി, സർവ്വസുഗന്ധി. ഒന്നുകൂടെ പറയാം. കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഗ്രാമ്പു, ജാതിക്ക, മഞ്ഞൾ, ഇഞ്ചി, വാനില, പുളി, സർവ്വസുഗന്ധി. അടുത്ത ചോദ്യം, ഭക്ഷ്യവിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ഭക്ഷ്യവിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. ആദ്യമായി നമുക്ക് പറയുന്നത് മരച്ചീനിയെക്കുറിച്ചാണ്. മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി എന്നറിയപ്പെടുന്ന കപ്പ. മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആദ്യമായി കണ്ടുപിടിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനായിരുന്നു. ഒന്നുകൂടെ പറയാം മരച്ചീനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്തോനേഷ്യ, ഇന്ത്യ തുടങ്ങിയ ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഹ്രസ്വകാല വിളയാണ് മരച്ചീനി എന്നറിയപ്പെടുന്ന കപ്പ. മരച്ചീനി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ആദ്യമായി കണ്ടുപിടിച്ച അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനിക്ക് ശ്രീ വിശാഖം എന്ന പേര് നൽകിയത് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണ നിലനിർത്താനായിരുന്നു. ഭക്ഷ്യവിഭവം പപ്പായയാണ്. പപ്പായയുടെ ജന്മദേശം അമേരിക്ക. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ. ഇരുമ്പ്, കാൽസ്യം, വിറ്റമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പപ്പായയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ്. ഇന്ന് മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പപ്പായ കൃഷി ചെയ്തു വരുന്നു. പോഷകമൂല്യങ്ങളുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഴമാണ് പപ്പായ. ഇരുമ്പ്, കാൽസ്യം, വിറ്റമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അടുത്ത ഭക്ഷ്യവിഭവമാണ് കൈതച്ചക്ക. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ്. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്.
ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. കൈതച്ചക്കയെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ്. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നത് കൈതച്ചക്കയാണ്. ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ദഹനത്തിന് വളരെ അനുയോജ്യമായ ഫലമാണ് കൈതച്ചക്ക. അടുത്തത് കശുവണ്ടി. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ കശുവണ്ടിപ്പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കശുവണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി ചെയ്യുന്നത് കണ്ണൂരിലാണ്. എന്നാൽ കശുവണ്ടിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ കശുവണ്ടിപ്പരിപ്പിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു ആണ്. നമുക്ക് ഏറെ പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങുവിളയാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. ഒന്നുകൂടെ പറയാം. ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറു. നമുക്ക് ഏറ്റവും പരിചയമുള്ളതും ഭക്ഷ്യയോഗ്യവുമായ കിഴങ്ങുവിളയാണ് ഉരുളക്കിഴങ്ങ്. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. അടുത്ത ചോദ്യം. കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചതെങ്ങനെ? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചതെങ്ങനെ? അതിൻ്റെ ഉത്തരം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഉത്തരം ഒന്നുകൂടെ പറയാം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. അടുത്ത ചോദ്യം. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുക. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവയുടെ ജന്മദേശങ്ങൾ കൂടി കണ്ടെത്തുക. ഉത്തരം ഷവർമ, ഹമ്മൂസ്, കബ്സ, കുനാഫ, പത്തിരി. ഇവയുടെ ജന്മദേശമാണ് അറേബ്യ. അടുത്തത് ബിരിയാണി, ഹലീം, കബാബ്. ഇവയുടെ ജന്മദേശമാണ് പേർഷ്യ. അടുത്തത് ഫലാഫൽ. ഫലാഫലിൻ്റെ ജന്മദേശം മിഡിൽ ഈസ്റ്റ്, ഈജിപ്തിലാണ്. അടുത്തത് ബ്രോസ്റ്റ്, ചിക്കൻ ബ്രൗൺ. ഇതിൻ്റെ ജന്മദേശം അമേരിക്കയാണ്. അടുത്തത് പാസ്ത, പിസ്സ. ഇവയുടെ ജന്മദേശം ഇറ്റലിയാണ്. അടുത്തത് മഞ്ചൂറിയൻ ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, ഹക്ക നൂഡിൽസ്. ഇവയുടെ ജന്മദേശം ചൈനയാണ്. അടുത്തത് കട്ട്ലേറ്റ്, പാൻ കേക്ക്. ഇവയുടെ ജന്മദേശം യൂറോപ്യനാണ്. അടുത്തത് സുഷി,
സുഷിയുടെ ജന്മദേശമാണ് ജപ്പാൻ. അടുത്തത് മുട്ടമാലയും മുട്ടസുർക്കയും, ഇതിൻ്റെ ജന്മദേശം പോർച്ചുഗീസാണ്. ഉത്തരം ഒന്നുകൂടെ പറയാം. ഷവർമ, ഹമ്മൂസ്, കപ്സ, കുനാഫ, പത്തിരി ഇവയുടെ ജന്മദേശമാണ് അറേബ്യ. ബിരിയാണി, ഹലീം, കബാബ് ഇവയുടെ ജന്മദേശം പേർഷ്യ. ഫലാഫൽ ജന്മദേശം മിഡിൽ ഈസ്റ്റ്, ഈജിപ്ത്. ബ്രോസ്റ്റ്, ചിക്കൻ ബ്രോണി ജന്മദേശം അമേരിക്ക. പാസ്ത, പിസ്സ ജന്മദേശം ഇറ്റലി. മഞ്ചൂറിയൻ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഹക്ക നൂഡിൽസ് ജന്മദേശം ചൈനീസ്. അടുത്തത് കട്ട്ലേറ്റ്, പാൻകേക്ക് ജന്മദേശം യൂറോപ്യൻ. സുഷിയുടെ ജന്മദേശം ജപ്പാൻ. മുട്ടമാലയും മുട്ടസുർക്കയും ജന്മദേശം പോർച്ചുഗീസ്. അടുത്ത ചോദ്യം, ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. ഉത്തരം ഒന്നുകൂടെ പറയാം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. അടുത്ത ചോദ്യം, ഈ വാർത്തകളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. പേപ്പർ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വാർത്തകളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാർത്തകൾ ഇവയാണ്. കാലാവസ്ഥാ വ്യതിയാനം, രാജ്യത്തെ പട്ടിണി വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. അടുത്തൊരു തലക്കെട്ടാണ് ഉക്രൈനിലെ യുദ്ധം, ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാകും. മറ്റൊരു തലക്കെട്ട്, വിശന്നു കരയുന്ന കുട്ടികൾ, സിറിയയിൽ കൊടും പട്ടിണി. അടുത്തൊരു തലക്കെട്ടാണ് അതിരൂക്ഷമായ വരൾച്ച, സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. ഇവയാണ് തലക്കെട്ട്. എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വാർത്തകളുടെ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ഒന്നുകൂടെ പറയാം തലക്കെട്ടുകൾ. കാലാവസ്ഥാ വ്യതിയാനം, രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഉക്രൈനിലെ യുദ്ധം, ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാകും. വിശന്നു കരയുന്ന കുട്ടികൾ, സിറിയയിൽ കൊടും പട്ടിണി. അതിരൂക്ഷമായ വരൾച്ച, സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഉത്തരം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം രാജ്യങ്ങളിൽ പട്ടിണി വർദ്ധിക്കുന്നു. യുദ്ധം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. ഉത്തരം ഒന്നുകൂടെ പറയാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം രാജ്യങ്ങളിൽ പട്ടിണി വർദ്ധിക്കുന്നു. യുദ്ധം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. അടുത്ത ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അഥവാ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അഥവാ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു.
ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അടുത്ത ചോദ്യം, പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഉത്തരം, മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നതെന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഉത്തരം ഒന്നുകൂടെ പറയാം. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. അടുത്ത ചോദ്യം, അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലീ രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലീ രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. പൊണ്ണത്തടി, ഹൃദ്രോഗം എന്നിവയെ ചെറുക്കാനും പോഷകസമൃദ്ധമായ ഭക്ഷണം സഹായിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ്. ജങ്ക് ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ്, എണ്ണകൾ എന്നിവയും മറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നു. അതുകൊണ്ട് നാം ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കരുത്. പോഷകസമൃദ്ധമായ ഭക്ഷണം ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഉത്തരം ഒന്നുകൂടെ പറയാം. പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തെയാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. പൊണ്ണത്തടി, ഹൃദ്രോഗം എന്നിവയെ ചെറുക്കാനും പോഷകസമൃദ്ധമായ ഭക്ഷണം സഹായിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ്. ജങ്ക് ഫുഡിൽ
ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ്, എണ്ണകൾ എന്നിവയും മറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നാം ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കരുത്. പോഷകസമൃദ്ധമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അടുത്ത ചോദ്യം, മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗം ഏതാണ്? ഉത്തരം നായ. മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ ആദ്യത്തെ മൃഗം നായയാണ്. എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എപ്പോഴാണ് മിശ്രഭോജനം നടന്നത്? ഉത്തരം 1917 മെയ് 29. എപ്പോഴാണ് മിശ്രഭോജനം നടന്നത്? 1917 മെയ് 29. ബംഗാൾ ക്ഷാമം ഉണ്ടായത് എപ്പോഴാണ്? ബംഗാൾ ക്ഷാമം ഉണ്ടായത് എപ്പോഴാണ്? ഉത്തരം 1943. 1943. അടുത്ത ചോദ്യം, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2013. 2013. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ച വർഷമാണ് 2023. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഉത്തരം ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുധാന്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ചെറുധാന്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളയാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരഗ്, തിന, ബാർലി, ബജ്റ തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ പെടുന്നു. ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലീ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉപയോഗപ്പെടുത്തണം. ഉത്തരം ഒന്നുകൂടെ പറയാം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളയാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരഗ്, തിന, ബാർലി, ബജ്റ തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലീ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ഇത്രയുമാണ് ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.